അലൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞതിൻ്റെ അടുത്ത ദിവസം നമുക്കുണ്ടായിരുന്നത് ജിഷാനയുടെ ബർത്ത്ഡേ ആണ്. ആ നിൽക്കുന്നതാണ് ജിഷാന. അന്ന് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് ചെറി ബ്ലോസത്തിൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ സ്പ്രിംഗ് സീസൺ തുടങ്ങിയപ്പോൾ നല്ലോണം എല്ലാ മരത്തിനും ചെറി ബ്ലോസം പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോ എല്ലാം എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ പോയത് അലനൊരു ചെറിയ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു സമൂസ ചാറ്റ് വാങ്ങണം എന്ന്. പിന്നെ എന്തൊക്കെയോ കാരണം കൊണ്ട് വാങ്ങാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ അവളെയും കൂട്ടി കൊണ്ടുപോയിട്ട് അവൾക്ക് സമൂസ ചാറ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും കഴിച്ചു. സെംബ്രേക്കൊക്കെ ആയതുകൊണ്ട് റൂമിലുള്ള എല്ലാവരും കൂടെ ചേർന്ന് മന്തി ഉണ്ടാക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പോയത് മന്തിക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള തൈപ്പീസും ക്യാപ്സിക്കവും റൈസും എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ ചെന്നിട്ട് പിന്നെ നമ്മൾ 12 മണിയാകാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈ ബർത്ത്ഡേ പേഴ്സൺ നമ്മളുടെ റൂമിലിരുന്ന് യൂണോ കളിക്കുമായിരുന്നു. അതുകൊണ്ട് 12 മണിയായിട്ട് ഓള് നമ്മളുടെ റൂമിൽ നിന്ന് എണ്ണിച്ച് പോയില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മൾ അവളെ അപ്പുറത്തെ റൂമിലോട്ട് എത്തിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗിഫ്റ്റും കൊണ്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ കണ്ടപ്പോൾ ആൾക്ക് വിഷമമായി, പക്ഷെ കരയാതെ എങ്ങനെയൊക്കെ പിടിച്ച് ചെന്നിട്ടുണ്ടായിരുന്നു. ഗിഫ്റ്റെല്ലാം നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ പോയി അവിടെ ബർത്ത്ഡേ ഡ്രസ്സ് ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ട് വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മുഖം ആകെ ഡള്ളായതുകൊണ്ട് എല്ലാവരും കൂടെ പിടിച്ചിരുത്തി മേക്കപ്പ് ഇടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം മറ്റേ പറക്കും തളികയിലെ ഡയലോഗൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത്. എല്ലാവരും കൂടി ഇട്ട് ഒരുക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. കേക്കെല്ലാം മുറിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബാക്കി വാങ്ങിച്ച ഗിഫ്റ്റും കൂടെ കൊടുത്തു. അടുത്ത ദിവസം മന്തി ഉണ്ടാക്കേണ്ട കാരണം നമ്മളെല്ലാവരും നേരത്തെ പോയി കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ.